കാറും ബൈക്കും മാത്രമല്ല, ഹൗസ് ബോട്ടും വൈദ്യുതിയിൽ പ്രവർത്തിക്കും. അത്തരം ബോട്ട് ആലപ്പുഴയിൽ സജ്ജമാവുകയാണ്. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഹൗസ് ബോട്ടാണ് യാത്രയ്ക്ക് സജ്ജമാകുന്നത്. പെട്രോളുമില്ല, ഡീസലുമില്ല, ഇനിയെല്ലാം വൈദ്യുതിയിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഗോൾഡൻ പാലസ് എന്ന ഈ ബോട്ട് ഇനി വൈദ്യുതി ഊർജത്തിലാണ് ആലപ്പുഴയിലെ ടൂറിസം കേന്ദ്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത്. മലിനീകരണം ഒഴിവാക്കുന്നതിനായി ദേശീയ പവർ ഇലക്ട്രോണിക്സ് സാങ്കേതിക മിഷന്റെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയുമാണ് ഹൗസ് ബോട്ട് വൈദ്യുതിയിലേക്ക് മാറ്റുന്നത്. കുസാറ്റും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഇൻ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും എനർജി മാനേജ്മെന്റ് സെന്ററും ചേർന്ന് സമർപ്പിച്ച ഈ പദ്ധതിക്ക് 3.31 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി പള്ളാതുരുത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന RKV ടൂറിസ്റ്റിന്റെ ഗോൾഡൻ പാലസ് എന്ന ഹൗസ് ബോട്ടാണ് വൈദ്യുതിയിലേക്ക് മാറ്റുന്നത്. മുൻപ് ഡീസൽ എഞ്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ഹൗസ് ബോട്ടാണിത്. പിന്നീട് ഓഗസ്റ്റിലാണ് കരക്ക് കയറ്റി വൈദ്യുതി മോട്ടോറിലേക്ക് മാറ്റുന്നത്. 55 HP ശേഷിയുള്ള മോട്ടോറാണ് ഹൗസ് ബോട്ടിനെ ചലിപ്പിക്കുന്നത്. 150 HP ശേഷിയുമുണ്ട്. കൂടാതെ 28 സൗരോർജ്ജ പാനലുകളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ആവറേജ് ഒരു 3000 രൂപ എന്ന് പറയുന്ന ഒരു ദിവസം ഫ്യൂവൽ എക്സ്പെൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കുമല്ലേ. മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ വളരെ മുമ്പോട്ട് ചിന്തിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്. ആ കൂട്ടത്തിൽ ഇതുകൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സീറോ പൊല്യൂഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തും. ഇതിനു പുറമെ മഴക്കാലത്ത് ചാർജ് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ബോട്ട് തീരത്ത് അടുപ്പിച്ചിടുമ്പോൾ ഗ്രീഡിൽ നിന്നും ചാർജ് ചെയ്യാനും സാധിക്കും. AC-യും ഫാനും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ബാറ്ററിയിൽ പ്രവർത്തിക്കും എന്നതിനാൽ ജനറേറ്ററും ഒഴിവാക്കാം. ബാറ്ററിയും മറ്റ് സാധനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മിന്നൽ രക്ഷാചാലകവും ബോട്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലയെ പ്രതിരോധിക്കാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും ഏറ്റവും പ്രയോജനമാണ് ഇത്തരത്തിൽ വൈദ്യുതീകരിച്ച ഹൗസ് ബോട്ടുകൾ. ദിനംപ്രതി നിരവധി ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തുന്ന നമ്മുടെ ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ വരുമ്പോൾ അതിനുള്ള മുന്നേറ്റവും വളരെ വലുതായിരിക്കും. ഫൈസൽ അസീസ്, മീഡിയ 1, ആലപ്പുഴ.